നമസ്തേ, എല്ലാവർക്കും ദ ഗോസ്പൽ ഓഫ് റിയാലിറ്റിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ് ആൻഡ് മൈൻഡ് ഫിറ്റ്നസ് കോച്ച്. ഇന്നും പതിവ് പോലെ തന്നെ നമ്മുടെ ഹോളി ബുക്കിലെ ഒരു പ്രധാന ഭാഗവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പേരൻറ്റിങ്ങിനെ പറ്റിയാണ്. വളരെയേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് പേരൻറ്റിങ്ങിനെ പറ്റി. അതിൽ 1 by 1 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോസ് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്സുകൾ എനിക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയാസിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ലൈഫിനെ ബേസ് ചെയ്തായിരിക്കണം എന്ന് മാത്രം അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഭാഗം എങ്ങനെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിന് ആൻസർ ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏരിയയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹീബ്രു 12:11 വാക്യമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു, എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കുട്ടികളെ ശിക്ഷിച്ച് ഡിസിപ്ലിൻ ചെയ്ത് വളർത്തുന്നതിനെ പറ്റി വളരെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രോവേർബ്സിൻ്റെ 13:24 പറഞ്ഞിരിക്കുന്നത്, മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു, സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. അപ്പോൾ ഇത് വളരെയേറെ പ്രസക്തമാണ്. ഇന്നത്തെ പല മാതാപിതാക്കളും പല രീതിയിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് ഡിസിപ്ലിനേ കൊടുക്കുന്നില്ല. അവരെ വഴക്ക് പറയാൻ പാടില്ല, അവരെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവരെ അങ്ങനെ ചെയ്യാൻ പാടില്ല, കുട്ടികളെ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഒത്തിരി പറയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ന് പറയുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? ഒരു കാര്യം ചെയ്യണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറേ പ്രാക്ടീസസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ നടത്തിക്കൊണ്ട് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് മാറണം എന്ന് നമ്മളോട് പറയുമ്പോൾ മാറുമ്പോൾ അവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യാനൊരു കാര്യം വേണമല്ലോ, അല്ലെങ്കിൽ നമുക്കത് ശരിയാവത്തില്ല. പല പേരൻസും ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, 2-3 കുട്ടികളുള്ളത് കൊണ്ടായിരിക്കണം അവർക്കൊന്നും വളരെ ഡിസിപ്ലിനൊന്നും കൊടുക്കുന്നില്ല. അവർ എങ്ങനെയെങ്കിലും ഒക്കെ വളർന്നു വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. രാവിലെ താമസിച്ചിരുന്നാലും അവർക്ക് വലിയ കുഴപ്പമില്ല. പാവം കഷ്ടമുണ്ട്, കുഞ്ഞല്ലേ, അയ്യോ. അതുപോലെ തന്നെ എന്ത് കുസൃതി കാട്ടിയാലും അയ്യോ പാവം കുഞ്ഞല്ലേ, അയ്യോ. അങ്ങനെയുള്ള രീതിയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ചോദിച്ച് വാശി പിടിച്ച് കഴിഞ്ഞാൽ, കൊച്ചല്ലേ, അയ്യോ അങ്ങ് കൊടുത്തേര്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തേര്, അല്ലെങ്കിൽ അവന് ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പൈസയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടതെല്ലാം അങ്ങ് കൊടുക്കുന്നേ. അതുപോലെ തന്നെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വഴക്ക് പറയുക അടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് വിഷമം ഉണ്ടായിട്ടുണ്ടെന്നറിയാവോ, അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടിയെ അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വളർന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും എത്ര നന്നായി നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്തിച്ചുകൊണ്ട് വന്നുവോ, അതിൻ്റെ ഫലമാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് വരുന്നതെല്ലാം. അപ്പം ഒരു കാരണവശാലും കുട്ടിയെ ശിക്ഷിക്കാതെ, നമ്മളതിനകത്ത് ഈ പ്രൊവേർബ്സ് പറയുന്നൊരു കാര്യമാണ്, വടിയെ സ്നേഹിക്കുന്നവൻ കുട്ടിയെ ദ്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വടിയെ 2 രീതിയിലാണ് ആൾക്കാർ വടിയെ സംരക്ഷിക്കുന്നത്. ഒന്ന്, എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ അയ്യോ വടി യൂസ് ചെയ്യേണ്ട, എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഇത് വരും എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നവൻ. അതല്ലെങ്കിൽ വടി അവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ അത് ഉപയോഗിക്കാതെ വെക്കുന്നവനൊക്കെ കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു ശിക്ഷണമല്ല കൊടുക്കുന്നത്. കാരണം ഏർലി സ്റ്റേജസിലൊക്കെ നമ്മൾ പറയത്തില്ലേ, നീ അടിച്ചില്ല നിൻ്റെ കുട്ടിയെ നാട്ടുകാരടിക്കും, അല്ലെങ്കിൽ നീ ശിക്ഷിച്ചില്ലെങ്കിൽ നിൻ്റെ കുട്ടിയെ നിയമം ശിക്ഷിക്കും. ആ രീതിയിലുള്ള ഒരു രീതിയൊക്കെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന് നോക്കുമ്പോഴും ഇങ്ങനത്തെ രീതികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാ വെറുതെ മറ്റുള്ളവരെ കൊണ്ട് നമ്മുടെ കുട്ടികളെ ശിക്ഷിപ്പിക്കുന്നതും മറ്റുള്ളവർ നമ്മുടെ കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതും? നമുക്ക് തന്നെ അങ്ങ് ചെയ്തുകൂടെ? അതല്ലേ ഏറ്റവും നല്ലത്. അപ്പം ഈ ഹോളി ബുക്കിൽ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങൾക്ക് മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വളരെ ക്ലിയറായിട്ട്. കാരണം ശിക്ഷ കൂടാതെ വളർത്തുമ്പോൾ അവൻ എത്തിപ്പെടുന്ന പല ഏരിയാസ് ഭീകരമായിട്ടുള്ള ഏരിയാസിലാണ്. കാരണം അവന് തോന്നിയതുപോലെയാണ് അവൻ പിന്നെ പോകുന്നത്. അത് പ്രത്യേകിച്ച് ഒരു ടീനേജൊക്കെ വരുമ്പോഴത്തേനും ഇപ്പോൾ പിള്ളേരെ ഒന്നും പേരൻസിന് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. അവരോടൊരു കാര്യം ചോദിക്കാൻ പറ്റത്തില്ല, എന്താ പ്രശ്നമെന്നറിയാമോ. ഇതെല്ലാം ഇതിൻ്റെ ഫലമാണ്. നിങ്ങൾ കുഞ്ഞിലെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഫലം തന്നെയാണ്. പല പേരൻസിനും പേടിയാട്ടോ പിള്ളേരെ. പല പേരൻസോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ കുട്ടി അങ്ങനെ കാണിച്ചാലോ, ഇങ്ങനെ കാണിച്ചാലോ, അവൻ അങ്ങനെ കാണിച്ചാലോ, അയ്യോ ഇല്ല പേടിയാണ്, ഞാൻ അങ്ങനെ. ഈ രീതിയിലാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുക? നമുക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അപ്പനും അമ്മയും മക്കളും ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ടുള്ള റെസ്പെക്റ്റിലും ഒക്കെ നമ്മൾ ജീവിച്ച് വരേണ്ടവരാണ്. അല്ലെങ്കിൽ ലവ്, റെസ്പെക്ട്, കെയർ, ഇതിലെല്ലാം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറുപ്പം മുതലുള്ള ഡിസിപ്ലിൻ തന്നെയാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. അവൻ്റെ ജോലി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് എങ്ങനെയൊക്കെ ഒന്ന് വന്നാലും അവൻ ചെയ്തേ പറ്റൂ, പ്രൊഡക്റ്റീവ് ആയേ പറ്റൂ, പെർഫോമൻസ് ചെയ്തേ പറ്റൂ. എല്ലാവരും വീട്ടിൽ ജോലി ചെയ്ത് തന്നെ ജീവിക്കാവൂ, അല്ലാതെ ചുമ്മാ ഇരിക്കാൻ ഒരാളെ സമ്മതിക്കരുത്. കൊച്ചുങ്ങൾക്കൊന്നും ചുമ്മാ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ്റെ ജോലി അവനവൻ ചെയ്യുക, നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ തന്നെ കുട്ടികളെ പഠിപ്പിക്കണം. അതുപോലെ വല്ല സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. അതായത് സ്നേഹമുള്ള പിതാവ് എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ എൻ്റെ ഫ്യൂച്ചറിലേക്ക് എൻ്റെ മകനല്ലേ മകൾ വളർന്നു വരുമ്പോൾ അവൻ എങ്ങനെ രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് വരണം, അവൻ്റെ റെസീലിയൻസ് പവർ, അവൻ്റെ മെൻ്റൽ ടഫ്നെസ്, അവൻ്റെ എംപത്തറ്റിക് അപ്രോച്ച്, അവൻ്റെ ഇമോഷണൽ മാനേജ്മെൻറ്റ്, അവന് ക്രിറ്റിസിസം എടുക്കാൻ പറ്റണം, അവന് തോൽവികളെ ഫേസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഓരോ കാര്യത്തിലേക്കും പിതാവ് നോക്കും. ചിലർ അവനോട് നോ പറഞ്ഞു നോ അക്സെപ്റ്റ് ചെയ്യാൻ അവന് പറ്റണം. പല കുട്ടികൾക്കും നോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് വി നീഡ് ടു ടീച്ച് ദം ഹൗ ടു ടേക്ക് നോ. അതിന് അവരെ നോ പറയാൻ പരിശീലിപ്പിക്കണം. നമ്മളും നോ പറയാനായിട്ട് തയ്യാറാകണം. അതുപോലെ ഇമ്മീഡിയറ്റ് നീഡ് ഗ്രാറ്റിഫിക്കേഷനൊക്കെ മാറ്റി നിർത്താനായിട്ട് നമുക്ക് അവരെ ശീലിപ്പിക്കണം. അതായത് നീ ചോദിക്കുന്നൊന്നും എപ്പോഴും അങ്ങനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആൻഡ് ലൈക്ക് വി ക്യാൻ ഹെൽപ്പ് യു ടു ബിൽഡ് യുവർ ലൈഫ് ആൻഡ് നോട്ട് മോർ ദാൻ ദാറ്റ് എന്ന് പറയാനുള്ള കപ്പാസിറ്റി ഓരോ പേരൻസിനും ഉണ്ടാകണം. നമ്മൾ ചോദിക്കുന്ന ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തു, അപ്പം തന്നെ പോയി കൊച്ചു ചോദിച്ചതാണ്, കൊച്ചിന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടിയോട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്, സ്നേഹിക്കുക അല്ല ചെയ്യുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒരാളെ താൻ പോരിമക്കാരനായി വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. എനിക്കവനെ നോക്കിയാൽ അഭിമാനം തോന്നണം. അതല്ലാതെ അവനെ നോക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം ഇങ്ങനെ അയ്യോ എൻ്റെ കുഞ്ഞ് ആ ഒരു ഫീലിംഗ് അല്ല. അതിനൊരുമാതിരി ഒരു എന്താ പറയുക, ഒരു പേരൻറ്റിൻ്റെ ഒരു സ്വാർത്ഥപരമായ ഫീലിംഗ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടിയെ നമ്മുടെ ദൈവമെല്ലാം നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല നമുക്ക് പറയാൻ പറ്റുമോ? പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കനുസരിച്ചും ദൈവം അതനുസരിച്ച് നമുക്ക് അതിൻ്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കി തരുന്നില്ലേ? എന്തുകൊണ്ടാണ് തരുന്നത്? കാരണം നീ നന്നായിട്ട് ജീവിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ എക്സാമ്പിളെങ്കിലും നമ്മൾ നോക്കണം. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് എന്തും സ്പെയർ ചെയ്യുന്ന ഒരാളല്ല ദൈവം. അത് ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്കതിൻ്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കി തരും. അതനുസരിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അതിൻ്റെ ബേസിലെങ്കിലും നമ്മുടെ കുട്ടികളെ നമുക്ക് അങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റണം. ഹീബ്രുവിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. നിങ്ങൾ ആ കുട്ടിയെ ഡിസിപ്ലിൻ ചെയ്യിപ്പിങ്ങൾ, ആ കുട്ടിക്ക് ആ രീതിയിൽ അവനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, ഒരു കാര്യത്തിലേക്ക് ചീത്തയായ കാര്യത്തിലേക്ക് പോകാതെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, അവനെ നല്ല രീതിയിൽ അവൻ്റെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുമ്പോൾ, ഒരു കുശവൻ തന്നെ ശില്പം അത് ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കലം അതിനെ ഷേപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് പോലെ നിങ്ങളുടെ കുട്ടിയുടെ പേഴ്സണാലിറ്റി ആ ഓരോ സ്ക്രിപ്റ്റിങ്ങും അറ്റ് ആൻ ഏർലി സ്റ്റേജ് ഫോം ചെയ്യുന്ന സ്ക്രിപ്റ്റിങ്, ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ ഇതൊക്കെ വിശദീകരിച്ച് തരുന്നതാണ്. അപ്പോൾ ആ ഓരോ സ്ക്രിപ്റ്റിങ്ങും നിങ്ങളാണ് ആ കുട്ടിയുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വരാനായിട്ടുള്ള ഡിസിപ്ലിൻ വേയിലായിരിക്കണം നിങ്ങളത് കൊടുക്കുന്നത്. അപ്പം വേദനാജനകമായിട്ട് തൽക്കാലത്തേക്ക് തോന്നുന്ന ആ ശിക്ഷകൾ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. അതായത് കാലാന്തരത്തിൽ, അത് കാലം കഴിഞ്ഞ് അവൻ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, സ്വന്തം കാലം ഉറച്ചെന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അവനൊരു മനുഷ്യനായിട്ട് ഏറ്റവും നന്നായിട്ട് ജീവിതം കൊണ്ടുപോകുന്ന ഒരാളായിട്ട് ജീവിക്കാൻ പറ്റണം. അതിന് പേരൻസിൻ്റെ ചുമ്മാ നിങ്ങൾ പ്രൊവൈഡേഴ്സ് മാത്രമല്ല, നിങ്ങളെല്ലാം നിങ്ങളുടെ ഇതിന് കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല. നീ ഒന്നും ചെയ്യേണ്ട, നീ പഠിച്ച് പോയാൽ മതി. പഠിത്തം കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങൾ കുറേ മാർക്കുകളും, നിങ്ങൾ സക്സസ് എന്ന് പറയുന്നത് കുറേ പൈസ ഉണ്ടാക്കലും മാത്രമായിട്ട് നമ്മൾ ചുരുങ്ങുമ്പോൾ നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നു, നമ്മുടെ റിലേഷൻഷിപ്സിനെ മറന്നു പോകുന്നു, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട കുറേ മൂല്യങ്ങൾ മറന്നു പോകുന്നു. അതുപോലെ തന്നെ ഏത് രീതിയിൽ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് ജീവിക്കാം എന്നുള്ളത് മറന്നു പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ തീർച്ചയായിട്ടും പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളെ നിങ്ങൾ ഒരു കാരണവശാലും കുട്ടികളെ ഡിസിപ്ലിൻഡ് അല്ലാതെ വളർത്തിക്കൊണ്ട് വരാൻ പാടില്ല. ഈ ഹോളി ബുക്കും അത് തന്നെയാണ് പറയുന്നത്. എല്ലാവരും, എല്ലാ വയസ്സായിട്ടുള്ളവരും പറയുന്നത് കുട്ടികൾക്കൊന്നും അറിയില്ല, ദേ ആർ ലൈക്ക് മങ്കി സി മങ്കി ഡു എന്നുള്ള രീതിയിലാണ്. ഇവരുടെ ബ്രെയിൻ ഈസ് വെരി റോ ആണ്. അതിനകത്തേക്ക് നിങ്ങൾ കൊടുക്കുന്ന ഡിസിപ്ലിനാണ് ആ കുട്ടിയെ ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു, അല്ലെങ്കിൽ വളരെ വൈറ്റലായിട്ടുള്ളൊരു റോളാണ് നിങ്ങൾ പ്ലേ ചെയ്യുന്നത്. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കുട്ടിയെയും ഇതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു എന്നുള്ളതിന്. കാരണം അവൻ്റെ ജീവിതം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ശിക്ഷ കൂടാതെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ. തീർച്ചയായിട്ടും നമ്മുടെ നനുനനുത്ത ഫീലിങ്ങിനല്ല കാരണം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മൾ കൊടുക്കേണ്ടത് എൻ്റെ കുട്ടി എങ്ങനെയാണ് ഒരു വ്യക്തിയായിട്ട് വളർന്നു നിൽക്കുന്നത്, അതനുസരിച്ചുള്ള
എല്ലാ കാര്യങ്ങളും എൻകറേജ്മെൻറ്റും, വേറെവർ യു ഹാവ് ടു എൻകറേജ് ഹിം, വേറെവർ യു ഹാവ് ടു സ്റ്റോപ്പ് ഹിം, എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അറിയണം. നോ പറയണം കുട്ടികളോട്, നോ പറയാൻ ശീലിപ്പിക്കണം, നോ എടുക്കാനും അവരെ ശീലിപ്പിക്കണം. ഓരോ കാര്യത്തിൻ്റെയും കോൺസിക്വൻസസ് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അവനവൻ്റെ ഏജും അവനവൻ്റെ ലൈഫിലെ ഫേസസും വരുന്നതനുസരിച്ച് കാര്യങ്ങളെ സ്വന്തമായിട്ട് ചെയ്യാനും അവൻ്റെ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാനും നിങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ട് വരണം എന്നുള്ളത് ഒരു പേരൻറ്റിൻ്റെ ഏറ്റവും വലിയ കടമയാണ്. നിങ്ങൾ അതനുസരിച്ച് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും മക്കൾ ഏറ്റവും നല്ല രീതിയിൽ വളർന്നു വരാൻ ദൈവം സഹായിക്കട്ടെ. നമ്മളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.